ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ ഇന്ന് ആരംഭിക്കും. ജിയോളജി വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘമാണ് പരിശോധന നടത്തുക. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള അശാസ്ത്രീയ മണ്ണടിപ്പാണ് അപകടത്തിന് കാരണമെന്നാണ് പരാതി. ഇക്കാര്യത്തിലെ വസ്തുതകൾ അന്വേഷിക്കലാണ് പ്രത്യേക സംഘത്തിന്റെ പ്രധാന ദൗത്യം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എപ്പോഴാണ് പരിശോധന? ഇന്ന് 10 മണിക്ക് ശേഷം ഈ പരിശോധന നടക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ജിയോളജി വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളത്. പ്രധാനമായും ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാർക്കെതിരെയും ദേശീയപാത അതോറിറ്റിക്കെതിരെയുമാണ്. പ്രധാനമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണ്. അതായത് റോഡിന്റെ വശങ്ങളിലെ മണ്ണെടുക്കുന്നതിൽ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുള്ളത് അശാസ്ത്രീയമായാണെന്ന് ഉള്ള പരക്കെയുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ ഈ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടത്തുകയും ചെയ്യും. അതുകൂടാതെ ഈ സംഘം നടത്തുന്ന മറ്റൊരു പരിശോധന എന്നുള്ളത് ഇത്തരത്തിൽ ഏതൊക്കെ മേഖലകളിൽ അപകടകരമായ സാഹചര്യമുണ്ട് എന്നുള്ളതിൽ കൃത്യമായ ഒരു വിവരശേഖരണം നടത്തുന്നുണ്ട്. അതായത് അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തും അതുപോലെ തന്നെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തും വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ഈ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളും അവിടെ നിന്ന് മണ്ണ് ഏത് തരത്തിൽ ഇടിഞ്ഞു വീഴും അല്ലെങ്കിൽ ഇടിഞ്ഞു വീണാൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഈ സ്ഥലങ്ങളിൽ ഏതൊക്കെ മുൻകരുതൽ നടപടികൾ എടുക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു ഏകീകരണം ഉണ്ടാക്കുമെന്നുള്ളതാണ് നിലവിൽ അവർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിന്റെ ഒരു ഭീകരതയിൽ നിന്ന് അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഇതുവരെ ഈ പ്രദേശത്തുള്ള ആളുകൾ കരകയറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മണ്ണിടിഞ്ഞതിന്റെ സമീപ വീടുകളിൽ നിന്നെല്ലാം തന്നെ ഇന്നലെ ആളുകൾ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ 22 കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. അടിമാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുമെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് KSEBയുടെ ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കുന്നുണ്ട്. അതിനുവേണ്ട ചില ക്രമീകരണങ്ങൾ കൂടി ചെയ്യേണ്ടതായുണ്ട്. അതിനുശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ഒരു പരിശോധന ഇന്ന് 10 മണിക്ക് ശേഷം ഉണ്ടാവും. 2 ദിവസങ്ങളിലായി ഈ പരിശോധന നടക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. സുബിൻ, ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ ഇന്ന് 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്തത്.